ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോഴാണ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നല്ല പൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോണത്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശാരദയുടെ പ്രസവോട്ടോ, അതായത് ശാരദയും അരവിന്ദൻ്റെയും ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്ന ഭാഗമാണ് ആദ്യം കാണിക്കുന്നത്. ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത് ഗംഗയാണ്. ഗംഗ ഏകദേശം 1998 ആ ഒരു കാലഘട്ടത്തിൽ ആണ് കേട്ടോ ജനിക്കുന്നത്. അതിനുശേഷം അത് ജ്യോതി നക്ഷത്രമാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത പ്രസവം കാണിക്കുന്നുണ്ട് കാവേരി 2002, അതായത് നമ്മുടെ നായിക 2002 നമ്മുടെ ശാരദ പ്രസവിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കുഞ്ഞ് യമുന, അത് 2004 പ്രസവിക്കുന്നത്. അതിനുശേഷം നാലാമത്തെ കുഞ്ഞ് നിള, അത് കുറച്ച് ലോങ് ആണ്, 2012 പ്രസവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രസവം കഴിയുമ്പോഴേക്കും ശാരദയുടെ അടുത്തേക്ക് അരവിന്ദൻ വരുന്നുണ്ട്. അപ്പോൾ ശാരദ ചോദിക്കാണ്ട് 4 പെൺകുഞ്ഞുങ്ങളാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അതിനെന്താ, പെൺകുഞ്ഞ് നമ്മുടെ ഭാഗ്യമല്ലേ ശാരദേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പെൺകുഞ്ഞാവുമ്പോഴേക്കും വളർന്ന് വലുതാവുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട. പിന്നെ ഞാൻ ഇന്ന് തന്നെ പോകും കേട്ടോ. ഇന്ന് തന്നെ പോകുവാണോ? അതെ, ഇന്ന് തന്നെ പോകണം, ഞാൻ വരാം, എത്രയും പെട്ടെന്ന് ലീവ് കിട്ടുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ ഗൾഫിലേക്ക് പോകാട്ടോ. അതിനുശേഷം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം കാണിക്കുന്നത് സ്നേഹതീരമാണ്. അതാണ് നമ്മുടെ ശാരദയുടെയും അരവിന്ദൻ്റെയും ആ വീട് കേട്ടോ. 4 പെൺപിള്ളേരും ജീവിക്കുന്ന ആ ഒരു വീട് അതാണ്. അവിടെ നമ്മുടെ അരവിന്ദൻ്റെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ശാരദ നമ്മൾ ഭയങ്കര സ്നേഹം കേട്ടോ. അമ്മായിമ്മയും മരുമകളും പോലെയല്ല, സ്വന്തം അമ്മയും മോളെയും പോലെ തന്നെയാണ് അവർ, ഭയങ്കര സ്നേഹത്തോടെയാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പുഷ്പവാടി എന്നാണ് കേട്ടോ. അവിടെ സ്നേഹതീരത്തിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. അപ്പം നീള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നീളക്ക് ഭയങ്കര വ്ളോഗർ ആവണം എന്ന് ഭയങ്കര ആഗ്രഹം. രാവിലെ തന്നെ വ്ളോഗൊക്കെ എടുത്ത് തുടങ്ങോട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീടാണ്, ഇത് നമ്മുടെ നാടാണ്, ഇന്ന് എൻ്റെ അച്ഛൻ വരുന്ന ദിവസമാണ്, ഓണത്തിൻ്റെ ദിവസം തന്നെ എൻ്റെ അച്ഛൻ വരുവാണ്, അപ്പം അച്ഛൻ വരുമ്പോഴേക്കും സ്പെഷ്യൽ വീഡിയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുക്കളയിൽ നിന്നിട്ട് നമ്മുടെ ശാരദയുടെയും അച്ഛമ്മയുടെയും ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നിള പറയുന്നുണ്ട്, അയ്യോ ഞാനേ ഇപ്പത്തേക്ക് എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്, അടുക്കളയിൽ ചെറിയ ബഹളമുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വ്ളോഗ് അവസാനിപ്പിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശാരദ വിളിക്കുകയാണ്, എടി നീളെ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താമേ രാവിലെ തന്നെ തുടങ്ങിയോടി നീ ഫോണും കുത്തിപ്പിടിച്ചടക്കാനായിട്ട്, എന്താമേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, നിന്റെ ചേച്ചി അവിടെ ഗംഗ, ആ ചേച്ചി അവിടെ എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാണ്. അപ്പോഴേക്കും ശാരദ ഗംഗേനെ വിളിക്കുന്നുണ്ട്, ഗംഗേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും ഗംഗ തുണിയൊക്കെ ഡ്രസ്സൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഒരുപാട് പേര് തുണി തയ്പ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഗംഗയെടുത്ത്. അതൊക്കെ തയ്ക്കുന്ന തിരക്കിലാണ് ഗംഗ. എന്താമേ ഇങ്ങോട്ട് വാടി, അടുക്കള പണിക്ക് ഒരു എത്തിയും വരത്തില്ല എന്നൊക്കെ പറയാനുണ്ട് അമ്മ. അപ്പോഴേക്കും ഗംഗ വരുന്നുണ്ട്, എന്താമേ എടി നിനക്ക് അടുക്കളയെ സഹായിച്ചാൽ എന്താ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസമൊന്നും അറിയില്ലേ? അതെ അറിയാം, അതുകൊണ്ട് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ പെട്ടെന്ന് തയ്പ്പിക്കണത്. അമ്മക്കറിയാലോ ഓണത്തിന് ഒരു ലോഡ് കണക്കിന് ഡ്രസ്സാണ് തയ്പ്പിക്കാനായിട്ട് വന്നിരിക്കണത്. അതെല്ലാം തയ്ച്ചു കൊടുക്കണ്ടേ, അച്ഛൻ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തയ്ച്ചു തീർക്കുവാൻ ഞാൻ. അവളുടെ ഒരു തയ്യൽ പണി, അമ്മേ പൈസ വേണ്ടേ അമ്മേ എന്ന് പറയാണ്. എൻ്റെ ദൈവമേ, അവൾ എവിടെ, അടുത്തവള് യമുന, അവളെ വിളിക്കടി, യമുനേ, എടി യമുനേ. അപ്പൊ യമുന പഠിച്ചുകൊണ്ടിരിക്കട്ടോ. എന്താ അമ്മേ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ അമ്മ, ഞാൻ പഠിക്കുമായിരുന്നു. ഇന്ന് നിനക്ക് ക്ലാസ്സും എക്സാമൊന്നും ഇല്ലല്ലോ, ആ ബുക്കൊന്നും മടക്കി വെക്ക്. അപ്പൊ അച്ഛമ്മ പറയണ്ടോ, ഇവൾക്ക് അസൂയ മോള് പോയി പഠിച്ചോ, ഇവൾക്ക് പഠിക്കാനും എഴുതാൻ അറിയാത്തോണ്ട് അസൂയ, പഠിക്കണവരെ കണ്ട പിന്നെ വലിയ അസൂയ, അവള് പഠിച്ചോട്ടേടി എന്ന് പറയാണ്. അങ്ങനെ യമുന വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് വിളിക്കണ കാവേരി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും നിള പറയുന്നുണ്ട്, അമ്മേ കാവേരി ചേച്ചിയല്ലേ തേങ്ങ മേടിക്കാൻ വേണ്ടി പോയത്? എൻ്റെ ദൈവമേ, കാവേരിയാണ് തേങ്ങ മേടിക്കാൻ പോയത്? പിന്നെ അല്ലാതെ, എന്നാൽ അവൾ ആ തേങ്ങ മൊത്തമായിട്ട് പറിച്ചുകൊണ്ട് വരും. തെങ്ങ് അങ്ങനെ തന്നെ പറിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഭാഗ്യം, കാവേരിനെ വിടാനായിട്ട് ആര് പറഞ്ഞു എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ കാവേരിയാണ് നമ്മുടെ നായിക കേട്ടോ, നമ്മുടെ ഗോമതിപ്രിയ. കാവേരി ഇങ്ങനെ സിറ്റി കൂടി ഇങ്ങനെ നടക്കാണ്. അപ്പൊ അരവിന്ദന്റെ കടയിലാട്ടോ പോണത്, അല്ല അനന്തന്റെ കടയിലാണ് പോണത്. അനന്തണ്ണ, ഈ തേങ്ങക്ക് എത്രയാ വില? മോൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? കുറെ നാള് കാണാതായപ്പോ ഞാൻ വിചാരിച്ചു മോള് കെട്ടിപ്പോയെന്ന്. അങ്ങനെ പെട്ടെന്ന് കെട്ടിപ്പോകാൻ പറ്റുമോ അനന്തണ്ണൻ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും അത് ശരിയാ, മോൾക്ക് പറ്റിയ ആളെ വേണമല്ലോ, ഒരു മരഞ്ചാടി ചെറുക്കന് തന്നെ വേണമല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നായകനെ കാണിക്കുന്നത്. പ്രബിനല്ല, രണ്ടാമത്തെ ഹീറോയിൻ, അതായത് നിവിൻ എന്നാണ് ഹീറോയിന്റെ പേര്, അതായത് ഹീറോന്റെ പേര്. നിവിൻ എന്താ ചെയ്യുക, ഫോട്ടോഗ്രാഫറാണ്, അതായത് റെയർ ആയിട്ടുള്ള പക്ഷികളുടെ ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ ഒരു ജോലിയാണ് നിവിൻ കേട്ടോ. അപ്പൊ നിവിൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ കാവേരി പറഞ്ഞിട്ട്, തേങ്ങയുടെ വില പറ ആനന്ദണ്ണ എന്ന് പറയുമ്പോഴേക്കും തേങ്ങക്ക് 90 രൂപ, 1 കിലോ തേങ്ങക്ക് 90 രൂപ. 1 കിലോ തേങ്ങക്ക് 90 രൂപ? നിങ്ങൾ ഈ തേങ്ങ 40 രൂപയ്ക്കല്ലേ എടുക്കണത്, പിന്നെ ഇങ്ങനെ 90 രൂപ ആകും? അതെ, തേങ്ങ നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. അതെ, തേങ്ങയല്ല,
ബോംബൊന്നുമല്ല കുലുങ്ങാനായിട്ട്. ഇതെന്താ ക്യാരറ്റ് ഇങ്ങനെ ഇരിക്കണത്? അത് ഐസ്ക്രീം അല്ല, ക്യാരറ്റാണ്. ഓ അതെ, തേങ്ങക്ക് 60 രൂപക്ക് തരാൻ പറ്റുമോ ഇല്ല 1 കിലോ? മോളെ 90 രൂപയാണ്. ഇതേ തേങ്ങ മാത്രമല്ല, തെങ്ങി കയറി തേങ്ങ എടുത്ത് തെങ്ങ് കയറുന്ന ആൾക്ക് പൈസ കൊടുത്ത് അപ്പോഴേക്കെ പൈസ കൂടും. ഓ അപ്പൊ തെങ്ങി കയറുന്ന കൂലി കൂടിയാണ് എടുക്കണേ അല്ലേ? ആ അതെ, അങ്ങനെ തന്നെ എടുക്കണത് എന്ന് പറയാണ്. ചേട്ടനാള് കൊള്ളാലോ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കണം. അവിടെ അമ്പലത്തിലും ഓണത്തിന്റെ പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മത്സരത്തിന് ഇത് അനൗൺസ്മെന്റ് നമ്മുടെ കാവേരി കേൾക്കാണ്. വഴക്കുമരത്തിൽ മത്സരം, അത് വഴക്കുമരത്തിൽ കയറണം. അപ്പൊ അവിടെ കുറെ ആണുങ്ങൾ കയറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തോറ്റു പോകണം. വഴക്കുമരം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മരത്തിൽ എണ്ണ തേച്ചിട്ടുണ്ടാവും. ആ മരത്തിൽ ഇങ്ങനെ കയറി 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 മുകളിലുള്ള ഒരു സംഭവം ഉണ്ട്, അത് എടുത്തിട്ട് വരണം. അതാണ് വഴക്കുമരത്തിൽ മത്സരം. അപ്പൊ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കാവേരി നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആനന്ദണ്ണം പറയുന്നുണ്ട്, അതേ കൊച്ച് ആ വഴക്കുമരത്തിൽ കയറി ഒന്ന് കാണിക്കേ. അങ്ങനെ കാണിച്ച് മോളതിൽ ജയിക്കുകയാണെങ്കിൽ ദേ ഈ കൊട്ട തേങ്ങ മുഴുവൻ മോൾക്ക് തരാം. ആ അണ്ണ വാക്കാണെങ്കിൽ വാക്കാണ് മോളെ എന്ന് പറയാണ്. അങ്ങനെ കാവേരി വഴക്കുമരത്തിൽ കയറാൻ വേണ്ടി ഇങ്ങനെ പോകാട്ടോ. അപ്പൊ ആ ചേട്ടനോട്, കടക്കാരനോട് അപ്പുറത്തെ 2 ചേട്ടന്മാർ പറയുന്നുണ്ട്, ചേട്ടാ കാവേരി അടുത്താണ് വെറ്റ് വെച്ചേക്കണത്, അവള് ജയിച്ചു വരുവേ, ചേട്ടൻ്റെ ഒരു കൊട്ട തേങ്ങ പോകെ, അവള് ജയിച്ചു വരട്ടെ നോക്കട്ടെ എന്നൊക്കെ കടക്കാരൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. ആ സമയത്ത് കാവേരി ഇങ്ങനെ വഴക്കുമരത്തിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറുന്നത് കാണുമ്പോഴേക്കും പഴയ കാലം ആലോചിച്ചു പോവാണ്. അന്ന് കാവേരിയുടെ കൂടെ ഒരു കളിക്കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കളിക്കൂട്ടുകാരൻ ഈ വഴക്കുമരത്തിൽ കയറുമായിരുന്നു കേട്ടോ. അത് ആലോചിച്ചിട്ട് കാവേരിയുടെ കണ്ണ് നിറയാണ്, സന്തോഷവും വരുന്നുണ്ട്. ആ കളിക്കൂട്ടുകാരൻ ആരാണെന്നൊന്നും കാണിച്ചിട്ടില്ല, അതായിരിക്കും മിക്കവാറും പ്രബീൻ. അങ്ങനെ വഴക്കുമരത്തിൽ കയറുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ കാവേരി അതും നോക്കിക്കൊണ്ട് പഴയ തൻ്റെ കളിക്കൂട്ടുകാരനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് 1001 രൂപയാണ് മത്സരത്തിന് വിജയിക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ 10,001 രൂപയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിവിൻ കേട്ടോ. സോറി, നമ്മുടെ കാവേരി കേട്ടോ. അതിനുശേഷം നിവിനെയാണ് കാണിക്കുന്നത്. നിവിൻ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് കാറിൽ കഴിയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ ഈ ഫോട്ടോ എടുക്കണം, നീ ഒന്ന് നിർത്തടാ, ഒരു കുറെ കിളികളുടെ ഫോട്ടോ എടുപ്പ്. എടാ ഇത് കിളികളല്ല, റയർ ആയിട്ടുള്ള കിളികളാണ്, നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറി സർബത്ത് കുടിക്കാട്ടോ. ആ താത്ത എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മോനെ. മോന്റെ കല്യാണപ്രായമൊക്കെ ആയാലോ? കല്യാണം നോക്കുന്നില്ലേ മോൻ? ഇവിടെ തന്നെ സെറ്റിൽ ആയിക്കൂടെ മോനെ? നല്ലൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ നിന്നോടെ? അതെ, എനിക്ക് സാധാരണ പെൺകുട്ടിനെ പറ്റില്ല, നല്ല മരം ചാടി മതിൽ കയറി പെണ്ണുങ്ങളെ, അവരെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ നിവിൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ കാവേരി ഞാൻ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് മത്സരത്തിലേക്ക് പോവാണ്. അതെ, ഈ മത്സരത്തിൽ പെണ്ണുങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുമോ? പിന്നെ മത്സരിക്കാലോ എന്ന് മത്സരത്തിന്റെ ആൾക്കാർ പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ മത്സരിക്കാം എന്ന് പറഞ്ഞിട്ട് കാവേരി മരത്തിലേക്ക് ഇങ്ങനെ കയറുവാട്ടോ. അങ്ങനെ കാവേരി കയറുന്ന സമയത്ത് തന്നെ നീളയും അമ്മയും കൂടി അവിടേക്ക് വരുന്നുണ്ട്. ചേച്ചി, നീള ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി, നീ പോടി ചേച്ചി, തേങ്ങക്ക് വേണ്ടി അമ്മ വിളിക്കുക, നീ പോടി എന്ന് പറയാണ്. അങ്ങനെ കാവേരി മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറുവാട്ടോ. ആ സമയത്ത് നീള വേഗം തന്നെ ആ വീട്ടിലേക്ക് പോയിട്ട് അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മേ ചേച്ചി വഴക്കുമരത്തിൽ കയറാവോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മത്സരം നടക്കാൻ അവിടത്തേക്ക് പോവാണ്. എടി കാവേരി ഇറങ്ങി വാടി, അമ്മ ഒന്ന് പൊയ്ക്കാമേ, ഞാൻ മരത്തിൽ കയറട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് അടുത്തുള്ള ചേച്ചിമാരൊക്കെ പണ്ട് എന്റെ ശാരദേച്ചി അവള് മരത്തിൽ കയറട്ടെ, അവള് ജയിക്കും എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് അവിടേക്ക് നിവിൻ വരുന്നത് കേട്ടോ. നിവിൻ നോക്കുമ്പോഴേക്കും നമ്മുടെ കാവേരി മരത്തിലേക്ക് കയറാണ്. അത് കാണുമ്പോൾ നിവിന് ഭയങ്കര സന്തോഷമാണ്. നല്ല തൻ്റെയുള്ള ഒരു പെണ്ണ്. നിവിൻ നമ്മുടെ കാവേരിയുടെ കുറെ ഫോട്ടോസ് എടുക്കാട്ടോ. ആദ്യ നോട്ടത്തിൽ തന്നെ കാവ്യനെ ഭയങ്കര ഇഷ്ടമാണ് നിവിന്. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛൻ വരുമ്പോഴേക്ക് അച്ഛൻ കാണുന്ന കാഴ്ച കാവേരി ഇങ്ങനെ വഴക്കുമരത്തിൽ കയറുന്നതാണ്. കാവേരി ജയിക്കുകയും ചെയ്യും. അപ്പൊ അച്ഛനിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ അച്ഛൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട് കേട്ടോ. ആ ചെറുപ്പക്കാരനെ ഗംഗേനെ ഇഷ്ടമാണ്. അപ്പൊ നാളത്തെ പ്രൊമോയിൽ ആ ചെറുപ്പക്കാരൻ ഗംഗടുത്ത് ഇഷ്ടം പറയുമ്പോഴേക്ക് ഗംഗ പറയുന്നുണ്ട്, ഞാൻ ചേട്ടൻ ഇതുമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ എപ്പോഴെങ്കിലും ചേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗത്താണ് പ്രൊമോ തീരുന്നത്. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നും, ആരാണ് ഗംഗ, കാവേരി ആരാണെന്നൊക്കെ. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് സെറ്റ് ആയിക്കോളും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.